പ്രതീക്ഷിച്ച മാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഡോ എന്താണ് വർത്തമാനം പറഞ്ഞിരിക്കണേ? ഒട്ടകെ മാർക്ക് വെച്ചിരുന്നില്ലേ? ഗണ്ടിക തിരിക്കാത്തത് എന്താ? ഗണ്ടിക എന്താ നിങ്ങൾ തിരിക്കാത്തത്? ഗണ്ടിക തിരിക്കണ്ടേ? മേഘന 50. അന്തമുടി. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഇമിറ്റേറ്റിംഗ് ടീച്ചേഴ്സ് പാർട്ട് 2. അപ്പം ഇപ്രാവശ്യം ഇമിറ്റേറ്റിംഗ് ടീച്ചേഴ്സ് പറയുന്നത് സാധാ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി അല്ല. ടീച്ചേഴ്സിനെ അഭിനയിച്ച് കാണിക്കുക തന്നെ, പക്ഷെ ടീച്ചർമാരെ എക്സാം പേപ്പർ കൊണ്ട് വന്നപ്പം ഞങ്ങളോട് എങ്ങനെയായിരുന്നു അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പം ഞങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം മോഡൽ എക്സാമിന്റെ പേപ്പർ കൊണ്ട് എങ്ങനെയാണോ വന്നത് ടീച്ചർമാര്, ആ ഓരോരോ ടീച്ചർമാരെ ഞങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പോവുകയാണ് ഗൈസ്. മുന്നേന്റെ ടീച്ചേഴ്സിനെ അഭിനയിച്ച് കാണിക്കും മുന്നേ. അപ്പം ഇത് ആർക്കും ഹേർട്ട് ചെയ്യാൻ പാടുള്ളതല്ല, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ടീച്ചേഴ്സ് ഇമിറ്റേറ്റിംഗ് വീഡിയോയിൽ കുറെ കമന്റ് ഉണ്ടായിരുന്നു. ഇത് ദേവുവിന് സ്കൂളിലേക്ക് പോകുമ്പം ടീച്ചർമാർ പഞ്ഞിക്കിടും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ പഞ്ഞിക്കിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സെൻസിലെ കുറെ ടീച്ചർമാർ എടുത്തിട്ടുള്ളൂ. എന്നാലും ചില ടീച്ചർമാര് അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ ചെറുതായിട്ട് ഹെർട്ട് ചെയ്ത മാതിരി എനിക്ക് ഫീൽ ആയി. അതെ, എന്റെ സ്കൂൾ ഏതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ടീച്ചേഴ്സിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചില ടീച്ചർമാർക്ക് അത് പറ്റാത്ത മാതിരി എനിക്ക് തോന്നി. ചില ടീച്ചർമാരൊക്കെ ആ ഒരു ഫണ്ണ് ആ ഒരു സെൻസിൽ എടുത്തിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഞാൻ മലയാളം മിസ്സിനെയാണ് കാണിക്കാൻ പോണത്. കീറലൊന്നുന്നേ മാർക്ക് അത്ര ബോധിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ അത്യാവശ്യം മാർക്ക് എല്ലാവർക്കും ഇട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇത്ര ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊന്നും മാർക്ക് കുറച്ചിട്ടില്ല. ശിവാനി, മാർക്ക് പറയണോ വേണ്ടേ? വേണ്ട. ഓക്കെ, ശിവാനി. മേഘന, പ്രതീക്ഷിച്ച മാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ആബ്സെന്റ് ആണല്ലേ? ഓക്കെ, ഞാൻ അത്യാവശ്യം മാർക്ക് ഞാനായതുകൊണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. ബോർഡ് എക്സാമിനാവുമ്പോ ആരും ഇട്ട് തരില്ല ഇങ്ങനെ മാർക്ക്. നിങ്ങള് ഗണ്ടിക തിരിക്കാത്തത് എന്താ? ഗണ്ടിക എന്താ നിങ്ങൾ തിരിക്കാത്തത്? ഗണ്ടിക തിരിക്കണ്ടേ? ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 1000 തവണ ഞാൻ റിവിഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ട് ഗണ്ടിക തിരിക്കണം എന്ന്. പാരഗ്രാഫ് ഡോ എന്താണ് വർത്തമാനം പറഞ്ഞിരിക്കണേ? ഒട്ടകെ മാർക്ക് വെച്ചിരുന്നില്ലേ? ഗണ്ടിക ആരും ഗണ്ടിക തിരിച്ചിട്ടില്ല. ഗണ്ടിക തിരിച്ചാൽ മാത്രമേ മാർക്ക് തരുള്ളൂ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇൻട്രൊഡക്ഷൻ എങ്കിലും കറക്റ്റ് ആക്കണം. ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ആക്കിയാൽ മതി, മറ്റേത് തെറ്റിയാലും കുഴപ്പമില്ല. കാരണം ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ആണോന്നേ ഒരു കുട്ടീൻ്റെത് നോക്കുള്ളൂ ടീച്ചേഴ്സ്. ഇൻട്രൊഡക്ഷൻ പഠിക്കാൻ പറഞ്ഞാൽ ആരും പഠിച്ചിട്ടില്ല ഇൻട്രൊഡക്ഷൻ. ഇത്രേ ഉള്ളൂ, മലയാളത്തിന്റെ ഇത്രേ ഉള്ളൂ ഗൈസ്. മാത്സിന്റെ സാറ് പേപ്പർ തന്നതാണ് ഗൈസ് കാണിക്കാൻ പോണത്. ഗുഡ് മോർണിംഗ്. I checked your paper. So many got good marks, but you want to improve little bit, okay? Come in. I think nobody got 70 above. 60 above. One student is there. Did I want to distribute now or after the revision? Distribute now. I will distribute after the revision. Mic test ആണ്. Okay. Distribute now.
മേഘന 50. അന്തവിട്. Oh no. Did you expected this much mark? No. I expected more than this, okay? Okay. Next time we can improve, okay? Okay. Shivani, improvement is there, okay? Improvement is there. Friends, അപ്പം ഞാൻ ഇത്ര ഒക്കെ ടീച്ചേഴ്സിനെ കാണിക്കണുള്ളൂ. ബാക്കി കുറച്ചുകൂടെ ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഞാൻ ആ ടീച്ചേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണില്ല. കാരണം അവർക്ക് ഹേർട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഹേർട്ടായി എന്നുള്ളത് അവര് എന്നോട് വേറൊരു പെരുമാറ്റത്തിലാണ് കാണിച്ചത്. അത് ഞാൻ എങ്ങനെയാ കാണിച്ചതെന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ക്ലാസ് ടീച്ചറാണ്. ക്ലാസ് ടീച്ചർ എന്നോട് ആ വീഡിയോന് ശേഷം സാറിന് ഹേർട്ടായ സംഭവം എന്നോട് പറഞ്ഞതാണ്. അത് ഞാൻ ഹേർട്ടായി എന്ന് പറഞ്ഞില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ? എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഗൈസ്. ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കാണിച്ചു തരാം. എനിക്ക് അപ്പൊ കരച്ചിലൊക്കെ വന്നു. ഇത് മേഘന കേട്ടോ. ക്ലാസ് എടുത്ത് കഴിഞ്ഞു. ഇപ്പൊ ഓരോ കുട്ടികളോട് പാരന്റ്സിന്റെ ജോബ് ചോദിക്കുകയാണ്. ഓക്കെ? ഓരോ കുട്ടീനോട് ചോദിക്കാം. തന്റെ ഫാദറിന്റെ ജോബ് എന്തായിരുന്നു? ഓ, ബിസിനസ് മാൻ അല്ലേ? യു ആർ വെരി റിച്ച്, നോ? യെസ്. ദെൻ യു ഗേൾ എന്തായിരുന്നു? ഓ, സോളാർ ബിസിനസ്. ഓക്കെ. ഓ, വെരി റിച്ച്. മേഘന, വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് ജോബ്? അപ്പം ഇതിങ്ങനെ എന്തോ പറയാൻ വരികയാണ്. അപ്പം സാറ് പറയാണ്, ഓ, യു പീപ്പിൾ ആർ സെല്ലിംഗ് പീപ്പിൾ ആൻഡ് ഏർണിംഗ് മണി, നോ? ആൻഡ് ഇമിറ്റേറ്റിംഗ് വാ. യു ആർ ലൈക്ക് ദാറ്റ് ആൻഡ് യു ആർ ഏർണിംഗ് മണി ലൈക്ക് ദാറ്റ്. സെല്ലിംഗ് പീപ്പിൾ ആൻഡ് ഏർണിംഗ് മണി. അതില് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതില് ഞാൻ കുഞ്ഞങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് മിസ് സാറ് എല്ലാ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ പാരന്റ്സിന്റെ ജോബും ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക. ഞാൻ പിന്നെ എനിക്കൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ അപ്പൊ കരയണമെന്നുണ്ട്. കരഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുട്ടികളെല്ലാവരും ചിരിച്ചു. സാർ അങ്ങനെ പറഞ്ഞപ്പം കുറെ കുട്ടികൾ ചിരിച്ചു. ആരൊക്കെ ചിരിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറെ കുട്ടികൾ ചിരിച്ചു. സാറും ചിരിച്ചു. അപ്പൊ അതെനിക്ക് പറഞ്ഞത് പറ്റിയില്ല. ക്ലാസ് ടീച്ചറാണ് പറഞ്ഞത്. ഞാൻ പപ്പേനോട് പറഞ്ഞു. പപ്പയ്ക്കും ഈഗോ ഹേർട്ടായി. അങ്ങനെ. പക്ഷെ കുട്ടികളെ മുന്നിൽ അതെ, ഞങ്ങളെ ജോലി എന്താന്നുള്ളത് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. പപ്പ അയച്ചു കൊടുത്തിട്ടുണ്ട്. പപ്പേന്റെ ജോലിന്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരെ വിചാരം ഈ വീഡിയോ എടുത്തിടണത് വലിയ സിമ്പിൾ പരിപാടിയാണ് എന്നാണ്. പപ്പേന്റെ ജോലി ഇതല്ല ഗൈസ്. പപ്പയ്ക്ക് ജോലി ഉണ്ട്. പപ്പ വീഡിയോ പ്രൊഡക്ഷൻ കമ്പനിയിൽ ആണ് വർക്ക് ചെയ്യണത്. വീഡിയോഗ്രാഫറാണ്, ഫോട്ടോഗ്രാഫറാണ്, എഡിറ്ററാണ്. ഇതാണ് പപ്പേന്റെ ജോലി. പപ്പ ഇവിടെ അല്ലായിരുന്നു. പപ്പ മസ്കറ്റിലായിരുന്നു. മസ്കറ്റില് വീഡിയോഗ്രാഫറായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. സൈഡായിട്ട് വേറെയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇത് മാത്രല്ല. ഇനി ഇത് മാത്രമാണെങ്കിൽ തന്നെ ഇത് സില്ലി ജോബ് അല്ല, ഇതൊരു ജോബ് തന്നെയാണ്. 350-400 സംതിങ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പപ്പയാണ് സ്ക്രിപ്റ്റ് എഴുതല്. പപ്പയാണ് ഈ 400 ഷോർട്ട് ഫിലിമിന്റെയും സ്ക്രിപ്റ്റ് പപ്പയാണ് ചെയ്യണത്. വീഡിയോ എടുക്കണത് പപ്പയാണ്. ഡയറക്ഷന് പപ്പയാണ്. എഡിറ്റിങ് പപ്പയാണ്. മാനേജ് ചെയ്യണത് ഫുള്ള് പപ്പയാണ്. ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. എഫേർട്ട് ഇട്ടാലേ എന്തിനും, മീൻസ് വെറുതെ പൈസ കിട്ടൂലല്ലോ. പിന്നെ വേറൊരു ടീച്ചർ ഇമിറ്റേറ്റ് ചെയ്തതിന്, ഞാൻ ഒരു ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ വേറൊരു കുട്ടീനോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണത് മോശമാണ്, പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, എന്താ ഇങ്ങനെ ടീച്ചർമാരെങ്ങനെ ചെയ്യണോര് വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ ടീച്ചർമാരെ ഇമിറ്റേറ്റ് ചെയ്യണോര്, അങ്ങനെ കളിയാക്കണോര് വെള്ളം കുടിക്കും, അതാണ് എന്നോട് പറഞ്ഞത്. അതും പേഴ്സണലായിട്ടല്ല പറഞ്ഞത്, ക്ലാസ്സിന്റെ ഫുൾ കുട്ടികളെ മുന്നിൽ നിന്നാണ് പറഞ്ഞത്. ആ കുട്ടികൾക്കൊക്കെ മനസ്സിലായി ഇന്നയാണ് പറയണത് മനസ്സിലായി. പിന്നെ വേറൊരു ടീച്ചർ പറഞ്ഞതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത്. ഞാനിവരെ ഹേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടല്ല ചെയ്തത്, ഞാൻ ഒരു ഫൺ എന്ന രീതിയിൽ ചെയ്തതാണെന്ന് ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഴിഞ്ഞ വീഡിയോന്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങൾക്ക് പുതിയ പ്രിൻസിപ്പൾ വന്നു. ഈ വർഷം തുടക്കത്തിലാണ് പ്രിൻസിപ്പൾ വന്നത്. അടിപൊളി പ്രിൻസിപ്പൾ പറഞ്ഞാൽ അടിപൊളി പ്രിൻസിപ്പള്. എന്തുകൊണ്ടും ബെറ്റർ ആണ്. ഞങ്ങളെ റെസ്പോൺസ്, ഞങ്ങളെ ഫീഡ്ബാക്ക് നോക്കും, ഞങ്ങളെ അഭിപ്രായം ചോദിക്കും ഓരോ കാര്യത്തില്. മീൻസ്
ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കംപ്ലൈന്റ്സ് ഉണ്ടോ, ടീച്ചർമാരെ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഏത് രീതിയിൽ വേണേലും സപ്പോർട്ട് ചെയ്യാം, ടീച്ചർമാരെ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഹെൽപ്പ് ഉണ്ടാവും, അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നോട് വന്ന് കംപ്ലൈന്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള ആക്ഷൻ എടുക്കുന്നതാണ് എന്നൊക്കെ ഓരോ ക്ലാസ്സിലും ഓരോ ഡിവിഷനിലും വന്നിട്ടാണ് പറയണത്, ഒരു അസംബ്ലിയിലല്ല പറയണത്. എന്നിട്ട് ടീച്ചറിനെ പുറത്ത് നിർത്തിയിട്ട് ഓരോരുത്തർ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് പറഞ്ഞോ, ഫ്രീ ആയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു പ്രിൻസിപ്പൾ ഇതിനു മുന്നേ ജാർഖണ്ഡിൽ ചെയ്യുന്നു. പിന്നെ എന്താണ് സ്റ്റേറ്റത്തെ ഏറ്റവും ബെസ്റ്റ് പ്രിൻസിപ്പളോ അങ്ങനത്തെ എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ നോക്കുമ്പോ നല്ലൊരു പ്രിൻസിപ്പൾ ഗൈസ്. ഇനി ഞാൻ അറിയണ്ട്, ഞാൻ എൻ്റെ ഒരു മിസ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാ. ലൈക്ക് ആ മിസ് ഭയങ്കര പാവാട്ടോ, പച്ച പാവാണ്. പക്ഷെ മിസ്സിന്റെ സംസാരിക്കുന്ന ടോണ് കുറച്ച് ഡിഫറെന്റ് ആണ്. മിസ് ഇവിടെ ഒന്നും ഉള്ള ആളല്ല, ഗൂഡല്ലൂർ അങ്ങനെ അങ്ങനെ ഇവിടെ ഉള്ള ആണ്. അപ്പൊ മിസ്സിന്റെ ടോണ് ഭയങ്കര ഡിഫറെന്റാ. മിസ്സിന്റെ ഇംഗ്ലീഷിന്റെ ആ ഒരു ടോണൊക്കെ ഭയങ്കര ഡിഫറെന്റാ. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യാ അങ്ങനെ വിചാരിച്ചു. Take your textbook, take your textbook, take your notebook. Just do. I'm just doing this question in the board. Okay, you just don't look at the board and you just want to practice. Okay, you just want to practice. Okay. For scoring good marks in the board exam, you just do one thing. You just take the newsprint papers, just take the question papers and just practice and score marks. Okay, just practice and score marks. And ചിന്തത് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ കേക്കാനൊരു പക്ഷെ പാവാട്ടോ, പച്ച പാവ പറഞ്ഞാൽ അത്രയും പാവാ. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിലും അങ്ങനൊന്നും പറയില്ല. മിസ് ഒന്നും കണ്ട് just talk like that. No, you just please you just do the work. Okay, അങ്ങനെ പറയും ഇംഗ്ലീഷിന്റെ. ആ മിസ് ഭയങ്കര കോമഡി, അത്രേ ഉള്ളൂ. മിസ് ഭയങ്കര കമ്പനിയാ, എന്റെ ഫേവറേറ്റ് മിസ്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ ബോത്ത് ടീച്ചർമാരുടെ ഇമിറ്റേറ്റിംഗ് വീഡിയോ. ഞാൻ ആകെ 2 ടീച്ചർമാരെ കാണിച്ചുള്ളൂ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് എങ്ങനത്തെ വീഡിയോ ആണ് വരേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ. ഒന്നും മിണ്ടിയില്ലല്ലോ.